ഹലോ, വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. അപ്പോൾ നമ്മളിന്ന് വന്നിരിക്കുന്നത് ബട്ടർ ചിക്കൻ ഉണ്ടാക്കാനാണ്. അതിന് വേണ്ടിയിട്ടുള്ള ചിക്കനൊക്കെ നമ്മൾ നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയിട്ടുണ്ട്. അതിലേക്ക് മുളക് പൊടി ചേർത്തു. ഇനി അടുത്തത് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ്. ഞാൻ ചെറുതായിട്ട് ചതച്ചെടുത്തിട്ടേ ഉള്ളൂ ഇഞ്ചി വെളുത്തുള്ളി. അടുത്തത് നമ്മളതിലേക്ക് മഞ്ഞൾപ്പൊടിയാണ് ചേർക്കുന്നത്. ഇതെല്ലാം ഞാൻ അളവ് കൃത്യമായിട്ട് പറയുന്നില്ല, നിങ്ങൾക്ക് അളവ് എങ്ങനെയാണോ അതിനനുസരിച്ച് ഇടുക. അതിലേക്ക് നമ്മളിനി കുരുമുളക് പൊടി ചേർക്കുന്നുണ്ട്. കുരുമുളക് പൊടിയും ഞാൻ 1 ടേബിൾ സ്പൂണാണ് എടുത്തത്. അതിലേക്ക് കുറച്ച് തൈര് ചേർക്കുന്നുണ്ട്, 1 ടേബിൾ സ്പൂൺ തൈരാണ്. ഇതെല്ലാം കൂടെ ഇട്ടിട്ട് നമ്മൾ കുറച്ച് ഇതിനാവശ്യമായിട്ടുള്ള ചിക്കന് ആവശ്യമായിട്ടുള്ള ഉപ്പും ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇത് ഞാൻ കാശ്മീരി ചില്ലിയാണ് ഇട്ടേക്കുന്നത്, ചില്ലി പൗഡറാണ് ഇട്ടേക്കുന്നത്. ഒത്തിരി നല്ല കളറൊക്കെ കിട്ടുമല്ലോ. നമ്മളിത് നന്നായിട്ട് കുഴച്ച് എല്ലാം മിക്സും ഒക്കെ നന്നായിട്ട് ചിക്കനിൽ പിടിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് നേരം നമുക്ക് ഫ്രിഡ്ജിൽ വെച്ചേക്കാം. ഇനി നമുക്ക് ഇതിൻ്റെ ഗ്രേവിക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാം. അപ്പോൾ ഞാൻ സവാള നന്നായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഞാനിതിൽ 2 സവാളയാണ് എടുത്തിട്ടുള്ളത് ഗ്രേവിക്ക് വേണ്ടിയിട്ട്. സവാള നന്നായിട്ട് അരിഞ്ഞെടുക്കുക. അതിൽ കഴിഞ്ഞിട്ട് നമ്മൾ തക്കാളി നന്നായിട്ട് അരിഞ്ഞെടുക്കാം. ഇത് നമുക്ക് ഷേപ്പും കാര്യങ്ങളും ഒന്നുമില്ല, കാരണം നമുക്കിത് ലാസ്റ്റ് ഗ്രൈൻഡ് ചെയ്തെടുക്കേണ്ടതാണ്. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടത്തിനുള്ള സൈസിനോ വലുപ്പത്തിനോ ഒക്കെ എടുക്കാം. അത് കഴിഞ്ഞിട്ട് ഞാനപ്പോൾ തക്കാളി അരിഞ്ഞു. ഇനി നമുക്ക് പച്ചമുളക് അരിഞ്ഞെടുക്കാം. ഞാൻ 1 പച്ചമുളക് എടുത്തിട്ടുള്ളൂ, അത് നന്നായിട്ട് അരിഞ്ഞെടുത്തു. നമുക്ക് ഗ്യാസ് കത്തിച്ചിട്ട് നമുക്ക് ഈ ചിക്കൻ നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കൻ നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഞാൻ ബട്ടറാണ് ഇട്ട് കൊടുക്കുന്നത്. ബട്ടർ ചിക്കന് മെയിനായിട്ട് നമ്മൾ ബട്ടറാണ് യൂസ് ചെയ്യുക. ബട്ടറിലാണ് ഞാൻ ചിക്കൻ ഫ്രൈ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അങ്ങനെ നമ്മൾ ബട്ടർ നന്നായിട്ടൊന്ന് മെൽറ്റായി വരുന്നവരെ നമുക്ക് ഇതാവാം. അത് കഴിഞ്ഞിട്ടിപ്പം ഇനി നോക്കുമ്പോഴത്തേക്ക് നമ്മൾ ബട്ടർ നന്നായിട്ട് മെൽറ്റായി വന്നിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ചിക്കൻ പീസസ് ആഡ് ചെയ്ത് കൊടുക്കാം. ഇതൊരു ഡീപ്പ് ഫ്രൈ വേണ്ട, നമുക്കൊരു ഹാഫ് ഫ്രൈയിൽ ഒരു ചെറുതായിട്ടൊന്ന് ഫ്രൈ ആയി കിട്ടുന്ന വരെ മതി. ഡീപ്പ് ഫ്രൈ വേണ്ട, നമ്മൾ ഓൾറെഡി ഗ്രേവിയിലല്ലേ ഇടുന്നത്. അപ്പം കുറച്ച് സോഫ്റ്റായിട്ട് ഇരിക്കണമെങ്കിൽ നമുക്ക് സോഫ്റ്റായിട്ട് ജസ്റ്റ് ഒന്ന് കളറ് മാറി നന്നായിട്ടൊന്ന് വേവുന്ന വരെ നമുക്ക് ഇട്ട് കൊടുക്കാം. അങ്ങനെ ഞാൻ എല്ലാ പീസസും ഒക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട്. നമ്മൾ ഈ ബട്ടർ ആകുമ്പോഴത്തേക്കും നന്നായിട്ട് പിടിച്ച് കിട്ടും, കുറച്ചും കൂടെ ടേസ്റ്റ് നമുക്കറിയാൻ പറ്റും. അപ്പോൾ നമ്മളിവിടെ ആദ്യത്തെ ഞാൻ ഇട്ട ചിക്കൻ ചെറിയ ഹാഫ് വേവിൽ എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതുപോലെ എല്ലാ ചിക്കൻ പീസസും ബാക്കിയിരിക്കുന്ന എല്ലാ ചിക്കൻ പീസസും നമുക്കിതുപോലെ ഫ്രൈ ചെയ്തെടുക്കാം. ഫുള്ള് ബട്ടറിൽ തന്നെയാണ് ഞാൻ ഫ്രൈ ചെയ്തെടുക്കുന്നത്. രണ്ടാമത്തെ പീസ് ഞാൻ ഇടുകയാണ്. ഞാനിത് കുറേ നാളുകൊണ്ട് വിചാരിക്കുന്നതാണ് ഈ ബട്ടർ ചിക്കൻ ട്രൈ ചെയ്ത് നോക്കണം എന്നുള്ളത്. അങ്ങനെ ഇന്നാണ് ഞാൻ ഉണ്ടാക്കുന്നത്. ഇനി നമുക്ക് അതിന് വേണ്ടിയിട്ട് ഗ്രേവിക്കുള്ള കാര്യങ്ങൾ ചെയ്യാം. സ്റ്റൗവിൽ നമുക്ക് എണ്ണ ഒഴിച്ചു. എണ്ണയിൽ ഞാൻ അതിലും കുറച്ച് ബട്ടർ ചേർത്തിട്ടുണ്ട്. അതിലേക്ക് ഞാൻ പട്ട ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പട്ട അതിൽ ചേർക്കുമ്പോഴത്തേക്ക് അതിൻ്റെ ടേസ്റ്റ് കൂടും എന്നാണ് പറയുന്നത്. നമുക്ക് ഈ അരിഞ്ഞ് വെച്ചിട്ടുള്ള സവാള, പച്ചമുളക്, തക്കാളി ഇത് 3 കൂടെ ഇട്ട് നമുക്ക് നന്നായിട്ട് വഴറ്റിയെടുക്കാം. ഇനി അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പിടുക. നമ്മൾ ഓൾറെഡി ചിക്കനിൽ ഉപ്പിട്ടിട്ടുള്ളത് കൊണ്ട് വലുതായിട്ട് ഉപ്പിടണ്ട. അങ്ങനെ ഇത് ആവശ്യത്തേക്കുള്ള ഉപ്പിടുക. ഇതിലേക്ക് ഇനി നമ്മൾ വെളുത്തുള്ളി നന്നായിട്ട് ഞാൻ ചതച്ച് വെച്ച വെളുത്തുള്ളി, നമ്മൾ ഓൾറെഡി നമ്മളിത് ലാസ്റ്റ് ഗ്രൈൻഡ് ചെയ്യുമല്ലോ, അതുകൊണ്ട് ഞാൻ ചതച്ച് വെച്ച വെളുത്തുള്ളി ചതക്കുകയാണ് ചെയ്തത്. വെളുത്തുള്ളി ഇഞ്ചിയും ചതച്ച് വെച്ചിട്ടുണ്ട്, അതായിട്ടുണ്ട്. നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് അതിലേക്ക് ആവശ്യമുള്ള മുളക് പൊടി ഇടാം. പിന്നെ അടുത്തത് മല്ലിപ്പൊടി ഇടാം. മല്ലിപ്പൊടിയുടെ അളവൊന്നും ഞാൻ പറയുന്നില്ല, നിങ്ങളുടെ കറിക്കനുസരിച്ചിട്ട്. പിന്നെ ഒരു ടേബിൾ സ്പൂൺ മസാലപ്പൊടി ഇട്ടിട്ടുണ്ട്, ഗരം മസാല ഇട്ടിട്ടുണ്ട്. ഇനി മഞ്ഞൾപ്പൊടി ഇടുക. അത് നന്നായിട്ട് നമുക്ക് വഴറ്റിയെടുക്കാം. വഴറ്റി ആ മസാലയുടെ ഒരു ഇതൊക്കെ പച്ചപ്പ് മാറുന്ന വരെ നമുക്ക് നന്നായിട്ട് വഴറ്റി കൊടുത്ത് നന്നായിട്ടൊന്ന് സെറ്റാവാൻ വയ്ക്കാം. ഇനി അതിലേക്ക് നമുക്ക് ഇതിനാവശ്യമുള്ളത് കുറുകി കിട്ടാൻ വേണ്ടിയിട്ട് കാഷ്യൂനട്ട് ഇട്ട് കൊടുക്കാം. ഞാനതൊരു 15 കാഷ്യൂനട്ട് എടുത്തിട്ടുണ്ട്. കാഷ്യൂനട്ട് നന്നായിട്ട് നമുക്കിത് വെട്ടിയിട്ട് ഇനി ഇതിൻ്റെ പച്ചനിറം നന്നായിട്ട് ഈ മസാല ഉള്ളിയിലൊക്കെ പിടിച്ച് കിട്ടുന്നവരെ വയ്ക്കാം. ഇനി ഇതിൽ ഞാൻ മല്ലിയില ഇട്ടിട്ടുണ്ട്. മല്ലിയില ഇട്ടു. മല്ലിയില ഒന്ന് ഇതായി വന്നിട്ട് ഇത് നമുക്കൊന്ന് തണുക്കാൻ വയ്ക്കാം. തണുത്തതിന് ശേഷം ജാറിൽ ചെറിയ ചൂടുവെള്ളത്തിൽ
ഇതിട്ട് കുറച്ച് കാഷ്യൂനട്ടും കൂടെ ഇട്ട് നമുക്ക് ഇനി അരച്ചെടുത്ത പേസ്റ്റ് ഇതിലേക്ക് ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ സ്റ്റവിൽ കുറച്ച് എണ്ണ ബട്ടറാണ് ഇട്ടിരിക്കുന്നത്, പിന്നെ ചിക്കൻ ഫ്രൈ ചെയ്ത ബട്ടറും കൂടെ എടുത്തിട്ട് നമ്മൾ വറ്റൽമുളക് താളിച്ചിട്ട് ഇത് ചേർത്ത് കൊടുക്കും. ഈ ഗ്രേവി പേസ്റ്റ് ചേർത്തതിന് ശേഷം നമ്മൾ തിളച്ച് വരുമ്പോഴേക്കും നമ്മൾ ചിക്കൻ ആഡ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. നമ്മൾ ഹാഫ് ഫ്രൈ ആയിട്ട് ചെയ്തിട്ടുള്ള ചിക്കനാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ഈ ചിക്കൻ ഒന്ന് തിളച്ച് വരുമ്പോഴത്തേക്കും നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്യാൻ പോകുന്നത് കസൂരി മേത്തിയാണ്. ഇതിൻ്റെ ജസ്റ്റ് ഒരു ഫ്ലേവർ ആഡ് ചെയ്യാനൊക്കെ നന്നായിട്ട് ഹെൽപ്പ് ചെയ്യുമെന്ന് പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്. അങ്ങനെ കസൂരി മേത്തിയാണ് ഇതിലേക്ക് നമ്മൾ ഇടാൻ പോകുന്നത്. ഇനി കസൂരി മേത്തിയും മല്ലിയിലയും കൂടെ ചേർത്തിട്ടാണ് ഇടുന്നത്. ഇതിപ്പോൾ ഞാൻ മല്ലിയിലയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി നമ്മൾ കസൂരി മേത്തിയും കൂടെ ചെയ്ത് കൊടുക്കും. കസൂരി മേത്തി നമുക്ക് കുറച്ചിടാം. ഇനി അത് നന്നായിട്ടൊന്ന് മസാലയൊക്കെ പിടിച്ച് നന്നായിട്ടൊന്ന് തിളച്ച് വരട്ടെ. അതിനുശേഷം സ്റ്റൗ ഓഫ് ചെയ്തിട്ട് നമുക്ക് ഫ്രഷ് ക്രീം ആഡ് ചെയ്ത് കൊടുക്കാം. ഫ്രഷ് ക്രീം ഞാനിവിടെ എടുത്തിരിക്കുന്നത് അമൂലിൻ്റെ ഫ്രഷ് ക്രീമാണ്. ഫ്രഷ് ക്രീമും നമ്മുടെ കാഷ്യൂനട്ട്, കസൂരി മേത്തി ഇതൊക്കെയാണ് ഇതിൻ്റെ ഫ്ലേവർ കറക്റ്റ് നമുക്ക് കിട്ടാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യണമെന്നാണ് നമ്മൾ കേട്ടിട്ടുള്ളത്. അങ്ങനെ ഞാൻ ഫ്രഷ് ക്രീം ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമ്മളെ ബട്ടർ ചിക്കൻ ഇവിടെ റെഡി ആയിരിക്കുകയാണ്. ഇവിടെ നമ്മളിത് ട്രൈ ചെയ്യാൻ പോകുന്നത് പൊറോട്ടയുടെ കൂടെ കഴിച്ചാണ് നോക്കുന്നത്. കഴിച്ചപ്പോഴത്തേക്കും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. താങ്ക് യു.